ഹായ് ഫ്രണ്ട്സ്, ഇത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും ഫാഷൻ ഡിസൈനിങ് എന്നിട്ട് പെറ്റിക്കോട്ട് അടിക്കുന്നതിലെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ എങ്ങനെ ഒരു ഡ്രസ്സ് രൂപപ്പെടുന്നതെന്ന് നമ്മൾ ആദ്യം അറിയണം അല്ലേ. അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നും നമ്മൾ അറിയണം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റിച്ചിങ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റൂ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് നേർക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഞാൻ കട്ടിങ് ആണ് കാണിച്ചത്. അപ്പോൾ അത് കാണാത്തവരാരും ഈ വീഡിയോ കാണാൻ നിൽക്കരുത്. ഫസ്റ്റ് ആ വീഡിയോ കാണാൻ, എന്നിട്ട് രണ്ടാമത്തെ ഇത് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് നൂലിടുന്നതിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അറിയാത്തവർ ഇതൊക്കെ ഒന്ന് നോക്കുക. എനിക്ക് കറക്റ്റ് ഇതിനെപ്പറ്റി പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ. ബോബിൽ ആദ്യം നൂല് നിറക്കുന്നതും പിന്നെ നമ്മൾ നൂലിടുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ മെഷീൻ്റെ ബാക്ക് ഭാഗം ഫുൾ മെസ്സായിട്ടാണ് ഉള്ളത്. അതൊന്നും പിന്നെ ഞാൻ കാര്യമാക്കിയിട്ടില്ല. അങ്ങനെ അങ്ങ് വീഡിയോ എടുത്തു. ഞാനിതാ ബോബിലിൽ നൂലൊക്കെ നിറച്ച് അങ്ങനെ കേസിലേക്കിട്ട് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീരെ സ്റ്റിച്ചിങ് അറിയാത്തവരാണെങ്കിൽ ആദ്യം തന്നെ എന്താക്കുകയെന്ന് വെച്ചാൽ ഒരു വേസ്റ്റ് തുണി എടുക്കുക. വേസ്റ്റ് തുണി എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് നല്ലവണ്ണം അടിക്കുക. സ്ട്രൈറ്റായിട്ടും അങ്ങനെ സ്ട്രൈറ്റായിട്ട് കുറേ പ്രാവശ്യം അടിച്ചതിന് ശേഷം ലെയിൻസ് വരിക. നമ്മൾ സ്കെയിൽ എടുത്തിട്ട് ലെയിൻസ് വരാൻ ആ ലൈനിലൂടെ തെറ്റാതെ അടിക്കുക. അപ്പോൾ അങ്ങനെയെല്ലാം അടിച്ച് പഠിച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കര അടിക്കുക, അപ്പോൾ ഡ്രസ്സിന് താവടിക്കുക, അതിൽ കറക്റ്റ് അടിപ്പ് വീഴുക കേട്ടോ. പിന്നെ ഇത് സ്ട്രൈറ്റ് അടിച്ചതിന് ശേഷം ഇങ്ങനെ വളച്ചിട്ടും നമ്മളിപ്പോൾ റൗണ്ടിലും വളച്ച് വരണിട്ട് അതുപോലെ സ്ക്വയറായിട്ടും അങ്ങനെ പല രീതിയിൽ നമ്മൾ നല്ലവണ്ണം അടിച്ച് സെറ്റാവണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇടപെടുമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കോലത്തിൽ അടിക്കുന്നതിന് നല്ലത് നമ്മളിങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് അടിക്കണമെങ്കിൽ ഇങ്ങനെയെല്ലാം അടിച്ച് പഠിച്ച് എന്നിട്ട് പിന്നെ ഒരു ഡ്രസ്സിലേക്ക് അടിക്കുകയാണെങ്കിൽ നമ്മുടെ അടുപ്പിൽ നല്ല കറക്റ്റായിരിക്കും. പിന്നെ സ്ക്വയറിൽ അടിക്കുന്നേരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈൻസ് ഫസ്റ്റ് വീതി ഇങ്ങനെ അടിച്ച് പിന്നെ നമ്മൾ നീളത്തിൽ പോവില്ലേ, അവിടെ സൂചി കുത്തി വെച്ചതിന് ശേഷം മാത്രം അടിക്കാൻ നിൽക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഏതൊരു കാര്യം നല്ല ക്ഷമയോടും നല്ല സമയത്തോടു കൂടിയും ചെയ്താൽ മാത്രമേ അതിൻ്റെതായ പെർഫെക്റ്റ് കിട്ടൂ. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ വേസ്റ്റ് തുണിയിൽ അടിക്കുന്നതൊന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെ മെഷീൻ ഇത് കുറേ മുമ്പുള്ളതാണ്. കുറേ മുമ്പ് വെച്ചാൽ ഒരു 10 വർഷം മുമ്പുള്ളതാണ്. ഇതുവരെ ഒരു പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഇങ്ങനെയൊന്നും പറ്റാതിരിക്കണം. നമ്മൾ ചില സമയത്ത് ഉണ്ടാവും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റില്ല കേട്ടോ. ഞാനിതാ പെറ്റിക്കോട്ടിൻ്റെ തുണി നമ്മൾ കട്ട് ചെയ്തില്ലേ, പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വശവും തമ്മിൽ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഷോൾഡറുകൾ തമ്മിൽ കൂട്ടിയടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മെഷീനിൽ അതിൻ്റെ ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടേബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നല്ല രീതിയിൽ മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അയക്കണേ. ഷോൾഡർ നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്റ്റിച്ച് മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. 2 വശവും കൂട്ടി നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മേലെ 1/2 ഇഞ്ച് നമ്മൾ വിട്ടിട്ടില്ലേ തയ്യൽ തുമ്പ് നിന്നിട്ട്, ആ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് വേണം അടിച്ചു കൊടുക്കുക. നേരെ കറക്റ്റ് അളവായിരിക്കും. നമുക്കിപ്പോൾ ഒരു തുണി നമ്മളിപ്പോൾ തയ്യൽ തുമ്പ് എത്രയാണോ കൂടുതൽ ആ ഒരു അളവിൽ തന്നെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലാസ്റ്റ് കിട്ടുന്ന റിസൾട്ട് എന്ന് വെച്ചാൽ നമ്മൾ അളന്ന ആ കറക്റ്റ് അളവായിരിക്കും. ഇപ്പോൾ അടുപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് മടക്കി അടിച്ചു കൊടുക്കാം. എങ്ങനെ വെച്ചാൽ ചെറുങ്ങനെ മടക്കിയിട്ട് അടിച്ചു കൊടുക്കണം. പിന്നെ ഇത് റൗണ്ടാണ്, അപ്പോൾ ഇത് കുറച്ച് മടക്കിയിട്ട് വരാം. ഇപ്പോൾ ഫസ്റ്റ് അടിക്കുന്നവർക്കെല്ലാം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ ഷോൾഡർ അടിച്ച ഭാഗമില്ല, അത് നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഭാഗത്തേക്ക് മറിച്ചിട്ട് വേണം നമുക്ക് അടിച്ചു കൊടുക്കുക. നോക്കിയാൽ അങ്ങോട്ട് ആ വശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ അടിക്കുക. മെല്ലെ അടിച്ചു കൊടുക്കുക. പിന്നെ കഴുത്തിനെ നമ്മൾ ഒരിക്കലും വലിച്ചിട്ടടിക്കരുത്. അന്നേരം അതൊരു ചുളുങ്ങിയ പോലെ ഉണ്ടാവും. അത് വലിക്കാതെ കഴുത്ത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ വെച്ച് അടിക്കുന്നതിന് കണക്കായിട്ട് നമ്മൾ ചെറുങ്ങനെ മാറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നേരം എപ്പോഴും സൂചി അവിടെ കുത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അല്ലാതെ സ്റ്റിച്ച് ചെയ്യുന്നേരം ചില സമയത്ത് കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. പിന്നെ അതുമാത്രമല്ല നമ്മൾ സ്റ്റിച്ചിങ്ങിൽ എപ്പോഴും തന്നെ നമ്മൾ അടിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ് എവിടെയാണോ എൻഡ് എവിടെയാണോ എന്നുള്ള കറക്റ്റ് നമുക്ക് മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കണം. അല്ലാണ്ട് നമ്മൾ എൻഡിലെത്തിയിട്ട് പിന്നെ അടിച്ചിട്ട് അങ്ങ് പോയാൽ നൂലങ്ങ് പൊട്ടിപ്പോവും. നമ്മളിപ്പോൾ കൈക്കുഴിൻ്റെ അവിടെയെല്ലാം ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ കഴുത്തടിച്ച പോലെ തന്നെ കൈൻ്റെ 2 സൈഡും അടിച്ചു കൊടുക്കുക. പക്ഷേ ഇതെല്ലാം നമ്മൾ അടിക്കേണ്ടതെന്ന് വെച്ചാൽ മോശവശത്താണ് കേട്ടോ അടിക്കേണ്ടത്. നല്ല വശത്ത് ഒരിക്കലും നമ്മൾ അടിച്ചു കൊടുക്കാൻ പാടില്ല. മോശവശത്ത് ഇതിങ്ങനെ ചെറുങ്ങനെ മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക. അങ്ങനെ എൻ്റെ സ്റ്റിച്ചിങ് എല്ലാം ഇപ്പോൾ കഴുത്തും കൈയും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിതാ 2 സൈഡില്ല, നമ്മുടെ സൈഡ് ഒരു വശം ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റേ വശം നമുക്ക് ഈ സ്കേർട്ട് പോർഷൻ നമുക്ക് യോജിപ്പിച്ചതിന് ശേഷം അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സൈഡ് 2 തവണയായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് ഇവിടെ വിട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് തയ്യൽ തുമ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ 1/2 ഇഞ്ച് അവിടെ ഇല്ലേ അത് വെച്ചിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. പിന്നെ സ്കേർട്ടിൻ്റെ പോർഷൻ
ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല വശം, ടോപ്പിൻ്റെ നല്ല വശവും അതുപോലെ നമ്മൾ ഇതില്ലേ സ്കേർട്ടിൻ്റെ നല്ല വശവും തമ്മിൽ വെച്ച് കൊടുക്കുക, യോജിപ്പിച്ച് കൊടുക്കുക. അത് ചുരുക്കെടുക്കേണ്ട ഭാഗമായിരിക്കണേ വേണ്ടത്. ഒരു വീതിക്കുള്ള വശമില്ലേ അത് വെച്ചിട്ട് 2 ഇഞ്ച് അകലത്തിൽ 1 ഇഞ്ച് നമ്മൾ മടക്കി കൊടുക്കുക. 1 ഇഞ്ച് എന്ന് വെച്ചാൽ അര ഉള്ളിലും അര ഇപ്പുറത്തെ സൈഡുമായിട്ട് അങ്ങനെ 1 ഇഞ്ച്, അല്ലാണ്ട് 1 ഇഞ്ച് ഫുള്ളായിട്ട് മടക്കുന്ന നേരം 2 ഇഞ്ച് ഉള്ളോട്ടേക്ക് പോകും. അപ്പോൾ അര ഇഞ്ചാണ് അത് ശരിക്കും പറഞ്ഞാൽ 2 ഇഞ്ചും പ്ലസ് 1 ഇഞ്ച്, 1 ഇഞ്ചിൻ്റെ നമ്മൾ ആ മാർക്ക് ചെയ്ത ആ വരയും മറ്റേ മാർക്ക് ചെയ്ത 1 ഇഞ്ചിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള വരയും രണ്ടും തമ്മിൽ വെച്ച് കഴിഞ്ഞാൽ അരയായിട്ട് ആവും. അത് നിങ്ങൾക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. അപ്പോൾ കറക്റ്റായ ഒരു രീതിയിൽ അളവെടുത്തിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് തുണിയായിരിക്കും കേട്ടോ ഉണ്ടാവുക. പിന്നെ ഞാനിവിടെ കൈയിൻ്റെ ഏകദേശം 2 വര എന്നുള്ള ഈ ഒരു അളവിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അതിപ്പോൾ കറക്റ്റ് 2 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊരു ഫസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു ബിഗിനറാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇങ്ങനെ അടയാളപ്പെടുത്തി മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അന്നേരം നിങ്ങൾക്ക് കറക്റ്റ് അളവിലുള്ള ഡ്രസ്സ് കിട്ടും, നിങ്ങൾ അടിച്ചത് പെർഫെക്റ്റ് ആയിരിക്കും. ഇനി ഈ പെറ്റിക്കോട്ട് കഴിഞ്ഞാൽ അടുത്തത് ഇതേ സെയിം സിമിലർ ആയിട്ടുള്ളൊരു ഫ്രോക്കാണ്. കുട്ടികളെ പെറ്റിക്കോട്ട് മോഡൽ തന്നെ, പക്ഷെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുള്ളൊരു ഫ്രോക്കാണ്. അപ്പോൾ ഇത് നല്ല വൃത്തിയിൽ അടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ നമ്മുടെ മക്കൾക്കുള്ള ഫ്രോക്ക് നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ മക്കളെ അളവിൽ തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാനും പറ്റും കേട്ടോ. ഇതാ പെറ്റിക്കോട്ടിൻ്റെ പ്ലീറ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് തുണിയാണ് കേട്ടോ. നമ്മൾ ഒരു സൈഡല്ലേ അടിച്ചിട്ടുള്ളൂ, ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടി അടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ താവ് വരെ സ്കേർട്ടിൻ്റെ താഴെ വശം വരെ നമുക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് 2 സ്റ്റിച്ച് തന്നെ കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ താഴെയില്ലേ അത് 1/2 ഇഞ്ച് ഉള്ളിലും 1/2 ഇഞ്ച് അങ്ങനെ 1/2 ഇഞ്ചായിട്ട് 2 മടക്ക് മടക്കി കൊടുക്കും. 1 ഇഞ്ചല്ല നമ്മൾ തയ്യൽ തുമ്പ് വെച്ച് മടക്കി അടിക്കേണ്ട അളവ്, അങ്ങനെ 1 ഇഞ്ച് തന്നെ, അങ്ങനെ അരയും ആയിട്ട് കേട്ടോ. അങ്ങനെ 1 ഇഞ്ചായിട്ട് നമുക്ക് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പെറ്റിക്കോട്ടിലെ ലാസ്റ്റ് അടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പെറ്റിക്കോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ആക്കുക, അതനുസരിച്ച് ഞാൻ മാറ്റം വരുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക. പിന്നെ എംബ്രോയ്ഡറി അങ്ങനത്തെ ഹാൻഡ് എംബ്രോയ്ഡറി എല്ലാം ഞാൻ ഷോർട്സ് വഴി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.